കേരളത്തിൽ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേറി ഏതാനും മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും ഭരണതലത്തിലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും അസ്വാരസ്യങ്ങൾ പുകയാൻ തുടങ്ങി. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ സ്വീകരിച്ചിരുന്ന നിലപാടുകളിൽ നിന്നും പ്രത്യയശാസ്ത്രപരമായ അടിത്തറയിൽ നിന്നും മുഖ്യമന്ത്രി എന്ന നിലയിൽ സതീശൻ തുടർച്ചയായി യു-ടേണുകൾ എടുക്കുന്നുവെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളുടെ പ്രധാന വിമർശനം. പ്രതിപക്ഷത്തിരുന്നപ്പോൾ നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും ഇടതുപക്ഷത്തെ തീവ്ര വലതുപക്ഷമെന്ന് വിമർശിക്കുകയും ചെയ്ത നേതാവ് ഭരണത്തിലെത്തിയതോടെ ഇരട്ട നിലപാടുകളുടെ വക്താവായി മാറിയെന്ന ആരോപണമാണ് ഇപ്പോൾ നേരിടുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അന്ന് പരിഗണിക്കപ്പെട്ടിരുന്ന കെ.സി. വേണുഗോപാലിന് എം.എൽ.എമാരുടെ ഭൂരിപക്ഷ പിന്തുണയും ദീർഘകാലത്തെ ഭരണപരിചയവും ഉണ്ടായിരുന്നുവെങ്കിലും ജനകീയ പ്രതിച്ഛായയും ലീഗിന്റെ പിന്തുണയും കണക്കിലെടുത്താണ് വി.ഡി. സതീശന് നറുക്കു വീണത്. എന്നാൽ സതീശന്റെ തുടർച്ചയായ ഭരണപരമായ വീഴ്ചകളും വിവാദങ്ങളും സർക്കാരിന്റെയും യു.ഡി.എഫിന്റെയും ജനസമ്മതിക്ക് ഇടിവ് വരുത്തി. കൂടുതൽ സ്ഥിരതയുള്ള പാർട്ടിയുടെ പരമ്പരാഗത നിലപാടുകളോട് നീതി പുലർത്തുന്ന ഭരണം കാഴ്ചവെക്കാൻ കെ.സി. വേണുഗോപാലിന് സാധിക്കുമായിരുന്നുവെന്ന അഭിപ്രായം കോൺഗ്രസിനുള്ളിൽ ശക്തമാകാൻ ഇതാണ് കാരണം. സംഘപരിവാർ അജണ്ടയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ശക്തമായി എതിർത്ത PM ശ്രീ പദ്ധതി സതീശൻ മുഖ്യമന്ത്രിയായതോടെ നിർബന്ധിതമായി തുടരേണ്ടതുണ്ട് എന്ന് ന്യായീകരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചു. ഇതിനു പുറമെ ബജറ്റിൽ ധാതുമണൽ മേഖലയിൽ സ്വകാര്യ നിക്ഷേപത്തിന് വഴിയൊരുക്കിയതും വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവും കോൺഗ്രസിന്റെ പരമ്പരാഗത നയങ്ങൾക്ക് വിരുദ്ധമാണ്. മുതിർന്ന നേതാവ് VM സുധീരനും AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും ഈ ബജറ്റ് നിർദ്ദേശങ്ങൾക്കെതിരെ പരസ്യമായാണ് ആശങ്ക പ്രകടിപ്പിച്ചത്. നിയമസഭയ്ക്കകത്തും പുറത്തും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്നത് സതീശന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി RSS അനുകൂല പശ്ചാത്തലമുള്ള വ്യക്തിയെ പരിഗണിച്ചതും യൂണിവേഴ്സിറ്റി സെനറ്റുകളിൽ ഗവർണർ നടത്തുന്ന സംഘപരിവാർ നാമനിർദ്ദേശങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ മടിച്ചതും സതീശൻ സംഘപരിവാറിനോട് മൃദു സമീപനം പുലർത്തുന്നു എന്ന ആരോപണത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. കുട്ടനാട് അവധി വിഷയത്തിൽ നിയമസഭയിൽ പറഞ്ഞ മറുപടി തൊട്ടടുത്ത നിമിഷം മാറ്റി പറഞ്ഞതും വന്ദേമാതര വിവാദം, പ്രളയകാലത്തെ ലഞ്ച് വിവാദം, ഹെലികോപ്റ്റർ യാത്ര, ജാതിപേര് പരാമർശിച്ചിട്ടുള്ള സത്യപ്രതിജ്ഞ തുടങ്ങിയ നിരന്തരമായ വിവാദങ്ങളും ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം പ്രതിരോധത്തിലാക്കാൻ സർക്കാരിനെ നിർബന്ധിതമാക്കുകയാണ്. സതീശന്റെ ഈ നയമാറ്റങ്ങളും ഭരണപരമായ അസ്ഥിരതയും കോൺഗ്രസിന്റെ മതേതര പ്രതിച്ഛായയ്ക്ക് വലിയ ക്ഷതമേൽപ്പിക്കുന്നുവെന്നാണ് പാർട്ടിക്കുള്ളിലെ പൊതുവികാരം. ദീർഘകാലത്തെ ദേശീയ സംഘടനാ പരിചയവും ഭരണപരിചയവുമുള്ള കെ.സി. വേണുഗോപാലിനെ പോലൊരു നേതാവ് മുഖ്യമന്ത്രി സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ ഇത്തരം നയപരമായ യു-ടേണുകളും വിഴുപ്പലക്കലുകളും ഒഴിവാക്കാമായിരുന്നുവെന്ന വാദത്തിന് കോൺഗ്രസ് വൃത്തങ്ങളിൽ ഇപ്പോൾ പിന്തുണയേറുകയാണ്.